ഡയാലിസിസ് നടത്തുന്നതിനിടെ അവശനായ രോഗിയെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് ഡ്രൈവർ വിസമ്മതിച്ചതായി പരാതി. പെരുമ്പാവൂർ മാറമ്പള്ളി സ്വദേശി മുബീറിനാണ് ദുരനുഭവം ഉണ്ടായത്. സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുപോകാൻ അനുവാദമില്ലെന്നാണ് ആംബുലൻസ് ഡ്രൈവറുടെ വിശദീകരണം. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുബീറിന് പെട്ടെന്ന് ശ്വാസതടസ്സവും ഛർദിയും അനുഭവപ്പെട്ടത്. ഡയാലിസിസ് നിർത്തി വിദഗ്ധ ചികിത്സയ്ക്കായി മുബീറിനെ നിലവിൽ ചികിത്സ നടത്തിവരുന്ന മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡ്യൂട്ടി ഡോക്ടർ നിർദ്ദേശിച്ചു. താലൂക്ക് ആശുപത്രി ജീവനക്കാർ തന്നെ 108 ആംബുലൻസ് വിളിച്ചു വരുത്തി. പെട്ടെന്ന് തന്നെ അവർ സ്റ്റാഫുകളൊക്കെ കൂടിയിട്ട് 108 ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വന്നു. ഞാൻ അതിലേക്ക് കയറിയപ്പോൾ ഡ്രൈവർ എന്നോട് ചോദിച്ചു, എവിടേക്കാണ് എന്ന് ചോദിച്ചു. അപ്പം മെഡിക്കൽ ട്രസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 40 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങൾക്ക് പോകാനുള്ള ഇതുള്ളൂ. പെരുമ്പാവൂരിൽ നിന്ന് 36 കിലോമീറ്ററാണ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്കുള്ള ദൂരം. മുബീറിന്റെ ഭാര്യയും മക്കളും ആശുപത്രി ജീവനക്കാരും അഭ്യർത്ഥിച്ചിട്ടും ഡ്രൈവറിന് കുലുക്കമില്ല. ഇതിനിടെ അവശനായ രോഗിയെ 20 മിനിറ്റുകൾക്ക് ശേഷം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു വരുത്തിയ ആംബുലൻസിൽ മെഡിക്കൽ ട്രസ്റ്റിൽ എത്തിച്ചു. ശരിക്കും പറയാം, പെരുമ്പാവൂരിൽ നിന്ന് എറണാകുളം വരെ 40-45 കിലോമീറ്റർ കൂടുതലൊന്നുമില്ല. 36 അതിപ്പോൾ സംഭവിച്ചു. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കേസുള്ളൂ ഡ്രൈവർക്ക് വേണമെങ്കിൽ. പക്ഷെ ആരും തയ്യാറായില്ലല്ലോ. 20 മിനിറ്റാണ് വൈകിയപ്പോഴേക്കും ഹൈ ആയി. ആഴ്ചയിൽ 2 ഡയാലിസിസ് എന്നുള്ള ഇപ്പം 3 ആയി കഴിഞ്ഞില്ല അയാൾ കാരണം. 40 കിലോമീറ്റർ ദൂരത്തിനപ്പുറം ആംബുലൻസിന് പോകാൻ കഴിയില്ലെന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുപോകാൻ അനുവാദമില്ലെന്നുമാണ് ആംബുലൻസ് അധികൃതരുടെ വിശദീകരണം. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്ന രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാതിരുന്നത് ഡ്രൈവറുടെ അനാസ്ഥയാണെന്നും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആശുപത്രി PROയോട് നിർദ്ദേശിച്ചതായും പെരുമ്പാവൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു. 24 കൊച്ചി.